അതായത് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു മെഡിസിൻ ഇല്ല. പൊതുവെ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ലൈഫ് അങ്ങ് തീർന്നു എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര്, എനിക്കറിയുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ. അപ്പം ഇപ്പം നമ്മൾ തന്നെ പറയണ്ടത്, ഇതിപ്പോൾ നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാവുന്ന ഒരു കാര്യമാണ്. ഇത് എത്രത്തോളം ആൾക്കാരെ ഇപ്പോഴും ഒരു മിത്തായിട്ട്, ഓക്കെ ക്യാൻസർ വന്നാൽ ലൈഫ് തീർന്നു, ശരിക്കും അങ്ങനെയാണോ? അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇല്ലേ പണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ എത്ര ബ്രസ്റ്റ് ക്യാൻസർ സർവൈവേഴ്സിനെ കാണുന്നു. അല്ല, നമുക്ക് തന്നെ എത്ര പേരെ അറിയാം, നമ്മളുടെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ ഇപ്പോൾ 10 കൊല്ലം മുന്നേ ബ്രസ്റ്റ് ക്യാൻസർ വന്നവരൊക്കെ ഇപ്പോഴും ജീവനോടെ ഓടി നടക്കുന്ന ഒരുപാട് പേരില്ലേ. അത് തന്നെയാണ് ഇതൊരു ട്രീറ്റബിൾ കണ്ടീഷൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ഞാൻ പറഞ്ഞല്ലോ, പണ്ടത്തെ കാലത്തെ പോലെയല്ല നമ്മളുടെ ട്രീറ്റ്മെൻറ്റ്. നമ്മുടെ മെഡിക്കൽ റിസർച്ച് കുറേ ക്യാൻസറിന് വേണ്ടി തന്നെയാണ് മിക്കവാറും ഫോക്കസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. കീമോതെറാപ്പി, റേഡിയോതെറാപ്പി, പിന്നെ പണ്ടത്തെ പോലെയല്ല, പുതിയ കീമോതെറാപ്പിയുടെ ഡ്രഗ്സൊക്കെ കുറച്ചുകൂടെ ടൈലർ ചെയ്ത് പഴയ പോലെ പ്രോബ്ലംസ് ഇല്ലാതെ, സൈഡ് എഫക്ട്സ് കുറച്ച് അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒത്തിരി മുന്നിലെത്തിയിട്ടുണ്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് ആക്ച്വലി, ഇപ്പം ക്യാൻസർ വന്ന ഒരാൾക്ക് ആക്ച്വലി അയാൾ മരിക്കുന്നത് ക്യാൻസർ കൊണ്ടല്ല, ഈ കീമോൻ്റെ കുറേ സൈഡ് എഫക്ട്സ് കൊണ്ട്, ഈ കിഡ്നി ഫെയിലിയർ അങ്ങനെ വന്നിട്ടാണ്. അതൊക്കെ വളരെ വളരെ റെയറായിട്ടുള്ള കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോഴും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ ക്യാൻസർ റിലേറ്റഡ് ഡെത്തിനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹാർട്ടിൻ്റെ അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക് കാരണം. അപ്പോൾ ഇപ്പോഴും ക്യാൻസർ കാരണമല്ല കൂടുതൽ, ഇത്രയും ക്യാൻസറിൻ്റെ നമ്പർ കൂടിയെങ്കിലും മരണം ഇപ്പോഴും കാർഡിയാക് ഡിസീസസ് കൊണ്ട് തന്നെയാണ്. അപ്പം അതും നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ റിഫ്ലക്ഷനാണ് ആ കാണിക്കുന്നത്. അപ്പോൾ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ജീവിതം അവിടെ തീർന്നു എന്ന് വിചാരിക്കരുത്. ഇപ്പം ഏർലി സ്റ്റേജ് 0, സ്റ്റേജ് 1 ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ആണെങ്കിൽ നമ്മുടെ 5 ഇയർ സർവൈവൽ 91%. 5 കൊല്ലം കഴിയുമ്പോൾ ജീവിക്കാനുള്ള സാധ്യത ഒരു 9%. അപ്പോൾ 10 പേരിൽ 9 പേരും കുഴപ്പമില്ലാതെ പോകുന്നതാണ്. 10 ഇയർ സർവൈവൽ ഓൾമോസ്റ്റ് 80 to 85%ഓളം ഉണ്ട്. 15 ഇയർ സർവൈവൽ, 15 കൊല്ലം ജീവിച്ചിരിക്കുന്നത് 80% ആൾക്കാർ. അപ്പോൾ ആ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 പേര് ക്യാൻസറായി വന്നാൽ, ഏർലി സ്റ്റേജ് ക്യാൻസർ ആണെങ്കിൽ അതിൽ 8 പേരും 15 കൊല്ലത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇത്രയധികം നമുക്ക് തന്നെ നോക്കുമ്പോൾ അറിയാം നമ്മുടെ സമൂഹത്തിൽ എന്തോരം ബ്രസ്റ്റ് ക്യാൻസർ സർവൈവേഴ്സിനെ നമ്മൾ കാണുന്നു. അപ്പോൾ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് ഇറ്റ് ഈസ് എ ട്രീറ്റബിൾ കണ്ടീഷൻ. ക്യാൻസേഴ്സ് ഒരിക്കലും നമ്മൾ ക്യൂറബിൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം യു നീഡ് ടു ബി അണ്ടർ ഫോളോ. അപ്പോൾ തിരിച്ചു വരുന്നോ എന്നുള്ളത് നോക്കിയിരിക്കണം. അപ്പം പക്ഷേ ഇറ്റ് ഈസ് എ ട്രീറ്റബിൾ കണ്ടീഷൻ. ഇപ്പം മാമിൻ്റെ അടുത്ത് തന്നെ, ഇപ്പം നമുക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു പേഷ്യൻറ്റോ എന്തെങ്കിലും നമുക്ക് ഇത് ഭയങ്കര ഒരു സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് എന്ന് മാം കൺസൾട്ട് ചെയ്ത, അല്ലെങ്കിൽ മാം ഡയഗ്നോസ് ചെയ്ത എന്തെങ്കിലും കേസുകളും കാര്യങ്ങളും ഉണ്ടോ? അല്ല, ചില പേഷ്യൻസിനെ നമ്മൾ മറക്കില്ല. വെച്ച് വഷളാക്കി സൂചി കൊണ്ട് എടുക്കേണ്ടതിനെ തൂമ്പ് കൊണ്ട് എടുക്കേണ്ട അവസ്ഥ ആക്കുക എന്ന് പറയുന്ന രീതിയിലാക്കി കൊണ്ടുവരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. ഒരു പേഷ്യൻ്റ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പേഷ്യൻ്റെ ഹസ്ബൻഡ് ആ പേഷ്യനെ കൊണ്ടുവരുന്നത്. അപ്പോൾ വരുമ്പോൾ പറയുന്നത് ഹസ്ബൻഡ് മെർച്ചൻ്റ് നേവിയിലോ മറ്റോ ആണ്. അപ്പോൾ പുള്ളി 6 മാസം കൂടുമ്പോഴേ വരുന്നുള്ളൂ. അപ്പോൾ പുള്ളി വന്നപ്പോഴാണ് ഒരു 55-60 വയസ്സുള്ള ഒരു ലേഡിയാണ്, വെരി ഹെൽത്തി, കണ്ടാൽ ഒരു പ്രശ്നം, സുന്ദരിയായ സ്ത്രീ. അപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഒരു അൾസറുണ്ട് ബ്രസ്റ്റിൽ, എന്ന് വെച്ചാൽ തൊലിപ്പുറത്തൊരു വ്രണമുണ്ട് ബ്രസ്റ്റിൽ. ഇവർ ഈ ബ്രായ്ക്കകത്ത് ഒരു ഗോസും കോട്ടണും ഒക്കെ വെച്ചിട്ട് ഇവരിങ്ങനെ മാനേജ് ചെയ്ത് നടക്കുകയാണ്. ഷീസ് ഗോയിങ് അബൌട്ട് വിത്ത് ഹർ ഡെയിലി വർക്ക്. ആർക്കും അറിയില്ല ഇവർക്ക് പ്രശ്നമുണ്ടെന്ന്. 6 മാസമായി അതങ്ങനെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ വളരെ ലോക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രസ്റ്റ് ക്യാൻസർ അൾസറേറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അങ്ങനെയൊന്നും അത്രയൊന്നും ആയ ബ്രസ്റ്റ് ക്യാൻസേഴ്സ് കാണാൻ കിട്ടില്ല, കാരണം ആൾക്കാർ വളരെ അവെയറാണ്. അപ്പോൾ അപ്പോഴാണ് അവർ പറയുന്നത്, ഇല്ല ഞാൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ചെയ്ത ഡോക്ടർ, അപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ പരിശോധിച്ച് നോക്കി. അപ്പോൾ ആ ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ടില്ല, ആ ഡോക്ടർ കണ്ടിട്ടേ ഇല്ല. ഒരു പക്ഷേ ഈ സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവില്ല ഇത്രയൊക്കെ പ്രശ്നമുണ്ടെന്ന്. ഒരു ലംബുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ചെന്നേക്കുന്നത്. അപ്പോൾ 6 മാസമായി അവർ ആയുർവേദ ട്രീറ്റ്മെൻറ്റിലാണ്. പക്ഷേ ആരും അവരെ പരിശോധിച്ച് നോക്കിയിട്ടില്ല. അവസാനം ഹസ്ബൻഡ് വന്നപ്പോൾ ഹസ്ബൻഡിന് തോന്നിയതൊരു സീരിയസ് ഇഷ്യൂ ആണെന്ന്, അങ്ങനെയാണ് നമ്മുടെ അടുത്ത് കൊണ്ടുവരുന്നത്. അപ്പോഴത്തേന് 6 മാസം കഴിഞ്ഞു. തുടക്കത്തിലേ ആയിരുന്നെങ്കിൽ, തുടക്കത്തിൽ അവർ പറയുന്നുണ്ട് ഈ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഈ തൊലിയൊന്നും പൊട്ടിയിട്ടില്ല, ഒരു ലംബ് തോന്നിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പല ആൾക്കാർക്കും ഉള്ളൊരു വിചാരമാണ് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം പുറത്തേക്ക് വന്നിട്ട് പോകും, അതാണെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഞെട്ടലാണ്.